അരോഗതരായി ജീവിക്കും അളവിൽ ഇവരെ മരണം കൊണ്ടിവരെ ഇല്ലാതാക്കുവാൻ പിശാചും സാത്താനും എന്ന പഴയ പാമ്പായ മഹാസർപ്പം തോട്ടത്തിൽ ചെന്നിട്ട് അവരെ കബളിപ്പിച്ചിട്ട് നന്മ തിന്മകളെ കുറിച്ച് അറിവ് നൽകുന്ന മരണവൃക്ഷത്തെ അതിന്റെ ഫലം നിങ്ങൾ പറിച്ചു തിന്നാൻ അവരോട് ആജ്ഞാപിച്ചു. ധാരാളം അതിനെ സംബന്ധിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു പഠിച്ചു പറയാൻ സമയമില്ല പ്രിയനെ. പക്ഷേ അവരുടെ കൗശലത്തിന് വഴിപ്പെട്ട് വിഷവൃക്ഷഫലം, നിഷിദ്ധ വൃക്ഷത്തിന്റെ ഫലം, മുഴുത്ത മോഹം കൊണ്ട് നമ്മുടെ അപ്പൂപ്പനും അമ്മയും ചേർന്ന് പറിച്ചു ഭക്ഷിച്ച ഉടനെ തന്നെ വൈദ്യുതമായ ഒരു ശക്തി ആവാസികം വ്യാപിച്ച് ഉദ്ദാമ, ഭയം, വേദന, സംഭ്രമം ആദിയായ ഭവിഷ്യൽ ഫലങ്ങളെ ഉദ്ദീപിപ്പിച്ചതുപോലെ അവർക്ക് തോന്നി. അയ്യോ, അവരാകപ്പാടെ കഷ്ടത്തിലായി. പിന്നീട് അവിടെ നടന്ന സംഭവങ്ങൾ ഒരു 3 മണിക്കൂർ പ്രസംഗിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ മനുഷ്യനെ കൊല്ലുവാൻ തുടങ്ങി. ഈ വൃക്ഷം, അത് ബൈബിൾ അതിന് കൊടുത്തിരിക്കുന്നത് ലജ്ജയുടെ പരിവേഷം, മനുഷ്യരിൽ ഉണ്ടാക്കേണ്ട കാമം മനുഷ്യനിൽ ജനിപ്പിക്കുന്ന വൃക്ഷ ഫലമായിരുന്നു എന്നാണ് ബൈബിളിൽ വായിക്കുന്നത്. അത് ഭക്ഷിക്കുന്നത് വരെ അവർക്ക് വസ്ത്രമുണ്ടായിരുന്നില്ല എങ്കിലും ലജ്ജ അവരെ തീണ്ടിയില്ല, ലജ്ജ തോന്നിയില്ല താൻ. ഇത് പറിച്ചു ഭക്ഷിച്ചപ്പോൾ അവരുടെ രക്തത്തിൽ ലജ്ജ കയറി, കാമം കയറി, സെക്സ് കയറി. മനുഷ്യൻ കണ്ടെത്തി നരകത്തിന്റെ മട്ടലും താഴ്വാരവും സമ്പാദിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യം വിട്ട് തോട്ടത്തിനും വെളിയിലേക്ക് അട്ടിപ്പായിക്കപ്പെട്ടു. അങ്ങനെ നാം എല്ലാവരും മരിക്കാൻ തുടങ്ങി. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും നമുക്ക് സംഭവിച്ചു. ഇന്ന് കുറച്ച് മരുന്നൊക്കെ കൊണ്ട് പിടിച്ചു നിൽക്കാം, കിട്ടുന്ന മരുന്നൊക്കെ കഴിക്കാം എന്റെ പ്രിയപ്പെട്ടവരെ. എന്നാൽ യേശു ഈ ലോകത്തിൽ വന്നപ്പോഴാണ് മനുഷ്യനൊരു നിത്യജീവിതമുണ്ട്. മരണത്തെ വെല്ലുന്ന യേശുവിന്റെ രക്തം മനുഷ്യന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൈവം കൊണ്ടുവരികയായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ അകൃത്യങ്ങളൊക്കെയും മോചിക്കുകയും നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അതിന് നീ കൊടുക്കേണ്ട ഫീസ് വെറും നിസ്സാര വിശ്വാസം മാത്രം. നാം പാപികളായി പാപം ചെയ്ത് മരണം പേറുന്ന രക്തത്തോടുകൂടി ജീവിക്കുമ്പോഴും കർത്താവായ യേശു നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയെന്നാണ് ബൈബിൾ വായിക്കുന്നത്. സകല മതസാരവും ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ഗുരുദേവൻ അങ്ങനെയാണ് പറഞ്ഞത്. ചെമ്പഴന്തി ഗ്രാമത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി ജനിച്ച ഗുരു, അദ്ദേഹത്തിന് ഈശ്വരൻ ഈ സത്യം വെളിപ്പെടുത്തി കൊടുത്തു. അതിനുവേണ്ടി ഈശ്വരന്റെ മുൻപിൽ ഗുരുദേവൻ സമർപ്പിച്ചിട്ട് താൻ ഇങ്ങനെ പറഞ്ഞു: ഇന്ന് മനുഷ്യൻ ജീവന് വേണ്ടി, ജീവരക്ഷയ്ക്ക് വേണ്ടി, ജീവൻ പിടിച്ചു നിർത്തുവാൻ വേണ്ടി അവൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും കാരണം സകലേശ്വര പവിത്രപുത്രനായി ലോകത്തിൽ ജനിച്ച യേശു തമ്പുരാനാണെന്ന് ഗുരു പ്രഖ്യാപനം ചെയ്തു. സകല മതസാരവും ഏകമെന്നു പാരാതയുലകിൽ ഒരു ആനയിൽ അന്തരെന്ന പോലെ പലവിധ വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് പാമരന്മാർ അലയുന്നത് കണ്ട് അലയാതെ അമർന്നിടയണം. എന്തിനാണ് ബഹളമുണ്ടാക്കുന്നത്? മതത്തിന്റെയും മതഗ്രന്ഥത്തിന്റെയും പേരിൽ എന്തിനാണ് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നത്? ഗുരുദേവൻ പറഞ്ഞത് കേട്ട് സകലേശ്വര പവിത്രപുത്രനായ യേശുവിന്റെ പാതാരവിന്ദത്തിൽ അഭയം തേടിയാൽ പോരെ? യേശു നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ കടന്നു വന്നത് മരണകാരിയായ പാമ്പിന്റെ തലയെ തകർക്കുവാനാണ്. വൈദ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മളെ കടിക്കുന്ന പാമ്പിന്, നമ്മെ കടിച്ചു കൊല്ലുവാൻ ചീറിയെടുക്കുന്ന പാമ്പിനെ കുറിച്ച്, വിഷചികിത്സയെ കുറിച്ച് എഴുതിയിട്ടുള്ള പല ഗ്രന്ഥങ്ങൾ
നമുക്ക് സുലഭമാണ്. അതിലൊരു ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, പാമ്പിന് ഇല്ല വോളിയം കൂട്ടി അങ്ങേയറ്റത്ത് 4 തരം വിഷപ്പല്ലികളാണ്. അതായത് 4 തരം വിഷപ്പല്ലുണ്ട് പാമ്പുകൾക്ക്. അതിൽ കളരി, മഹാരി, കാളരാത്രി, യമദൂതി എന്ന് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കരളി, മഹാരി, കാളരാത്രി, യമദൂതി എന്നാണ് പാമ്പിൻ്റെ 4 പല്ലുകൾക്ക് പേര്. ഇതിൽ ഓരോ പല്ലും പതിഞ്ഞു കഴിഞ്ഞാൽ മുറിവ നോക്കിയിട്ട് വിഷകാരി അതിനെ സംബന്ധിച്ച് കണക്ക് കൂട്ടി മരുന്ന് കുറിക്കും. നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും. അതിലേറ്റവും അപകടകാരിയാണ് യമദൂതി എന്ന് പറയുന്ന പല്ല്. യമദൂതി പതിച്ചിടിൽ വീക്കവും ക്ഷീരഗന്ധവും നീലിച്ച ചോരയും കാണാം, സാധ്യമല്ലതു മാറ്റുവാൻ. അങ്ങനെയാണ് അതിൻ്റെ വിധി എഴുതിയിരിക്കുന്നത്. യമദൂതി എന്ന് പറഞ്ഞ കാലകടിയാണ്. അതുകൊണ്ട് കടിയേറ്റാൽ അത് വീക്കവും നീലിച്ച ഗന്ധവും പാലിൻ്റെ വളവും കാണാം. ഏതു കൊടി കെട്ടിയ വിഷകാരി വിചാരിച്ചാലും സൗഖ്യമുണ്ടാകയില്ല എന്നാണ് വിധി. പ്രിയപ്പെട്ടവരെ, പണ്ട് കാലങ്ങളിൽ നമ്മുടെ പൂർവ്വന്മാരൊക്കെ ഒത്തിരി പേര് പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടുണ്ട്. ഇത് ബൈബിളിൽ പ്രതിപാദിക്കുന്ന ഒരു പ്രത്യേക സബ്ജക്റ്റ് തന്നെയാണ്. പാമ്പിൻ്റെ ചരിത്രത്തോടു കൂടിയാണ് ബൈബിൾ ആരംഭിക്കുന്നത്. എന്നാൽ മനുഷ്യവർഗത്തിന് യമനേൽപ്പിച്ച ഈ യമദൂതി ഉണ്ടല്ലോ, മനുഷ്യജീവൻ അപഹരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. കാൽവറി കുലക്കളത്തിൽ ഈ പാമ്പിൻ്റെ കടിയേറ്റു യേശു മരിച്ചു. ഓ ഹല്ലേലൂയ! എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്ത്? എന്നെ രക്ഷിക്കാതെയും നരകത്തിൻ്റെ വാക്ക് കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് യേശു ഒടുവിൽ പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. തെറ്റലസ്റ്റായി, സകലവും നിവർത്തിയായി. മനുഷ്യനെ രക്ഷിക്കുവാനുള്ള ദൗത്യം ഇവിടെ ഞാൻ പൂർത്തീകരിച്ചു. അതിന് പകരമായി എൻ്റെ ജീവനും രക്തവും ഞാൻ പകർന്നു തന്നിരിക്കുന്നു. ഹല്ലേലൂയ! എനിക്കിവിടെ നിന്ന് പറഞ്ഞാൽ ഇനിയും പറയാനുണ്ട്. എൻ്റെ യേശുവിനെ ദൈവം മനുഷ്യരാശിയെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഇങ്ങോട്ട് അയച്ചതാണ്. യേശു മരിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് പറയാൻ എനിക്ക് സമയമില്ല. എന്നാൽ ഒരു കാര്യം, 135 കിലോ ഭാരമുള്ള ഒരു കുരിശും പേറിക്കൊണ്ട് 7 കിലോമീറ്റർ കൂടുതൽ യേശു നടന്നു. പല സ്ഥലത്ത് യേശു വീണു. അപ്പോഴൊക്കെ ഈ റോമൻസ് ക്രൗഡ് കൊണ്ട് യേശുവിനെ അടിച്ചു. ഹല്ലേലൂയ! പ്രത്യേകതരം ഒരു ചെടിയുടെ മുൾ കിരീടം മെടഞ്ഞു. യേശുവിൻ്റെ ശിരസിൽ വെച്ച് അടിച്ചപ്പോൾ ആ മുള്ള് തറഞ്ഞ് യേശുവിൻ്റെ കൺപിരികത്തിൻ്റെ മുകൾ ഭാഗത്ത് വന്നു. പിന്നെ ഒരു താണ് കൺപോളയ്ക്കുള്ളിലേക്ക് ഇങ്ങനെ തുടിച്ചു നിൽക്കുമ്പോൾ യേശുവിനെ കണ്ണുകൾ ചലിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. ഹല്ലേലൂയ! യേശു മരിച്ചു കഴിഞ്ഞിട്ട് വേദന കൊണ്ട് പിടയുകയാണ്. ഒടുവിലായി ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, തീർന്നു, എൻ്റെ ദൗത്യം ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യേശു പ്രാണനെ വിട്ടു. മാനവ വംശം സ്വതന്ത്രമായി. അതുമാത്രമല്ല, 3-ാമത്തെ ദിവസം റോമാ ഗവൺമെന്റ് പ്രത്യേകം വെട്ടിയുണ്ടാക്കിയ കരിങ്കൽ കല്ലറയെ പൊട്ടിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു വനവിരവിലേക്ക് വന്നു. ഹല്ലേലൂയ! ഇതുപോലെ ഒരാൾ ലോക ചരിത്രത്തിൽ ശവക്കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടില്ല. ഒരാളെ കാണിച്ചു തന്നാൽ ഞാൻ ഇന്നു മുതൽ അയാളെ പ്രസംഗിക്കാം. അതാണ് എൻ്റെ യേശു ഞങ്ങൾക്കായി ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തി.
കാൽവറി കുരിശിൽ യേശു വേദനപ്പെട്ടു. അവൻ്റെ രക്തം ഞങ്ങളുടെ പാപങ്ങളെ ശുദ്ധീകരിപ്പാൻ പര്യാപ്തമായി. ഇത് കഥ പറയുന്നതല്ല, ഞങ്ങളത് അനുഭവിച്ചവരാണ്. ഞങ്ങളുടെ പാപങ്ങളെല്ലാം യേശുവിനോട് ഏറ്റുപറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന് മനുഷ്യർക്ക് നൽകുവാൻ കഴിയാത്ത സമാധാനവും രോഗസൗഖ്യവും യേശു തന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കിത് വേണോ പ്രിയരെ? യേശു ആരെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? സ്വർലോക മഹിമകളെ വെടിഞ്ഞ് ഈ ലോകത്തിൽ വന്ന് 33.5 കൊല്ലം ജീവിച്ച യേശു ആരെന്നാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്? കുഷ്ഠരോഗികൾക്കും ഭ്രാന്തന്മാർക്കും വിടുതൽ കൊടുത്ത യേശു, 5 അപ്പം കൊണ്ട് 5000 പോറ്റിയ ദൈവത്തിൻ്റെ പുത്രൻ, മരിച്ച് അടക്കപ്പെട്ട ലാസറിന്റെ കല്ലറക്കൽ പോയി നിന്ന് കോലവാല കരഞ്ഞ യേശു ആരെന്നാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്? യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് സകലതും സാധിക്കും. നാം താമസമെങ്കിൽ കേട്ട വാക്യം പോലെ പാപത്തിൻ്റെ ആ ശമ്പളമായ മരണം ഒരു ദിവസം നമ്മൾ ഏറ്റെടുക്കും. ഇല്ല എങ്കിൽ യേശു ഇപ്പോൾ വന്നാൽ നമ്മൾ ആരും മരിക്കയില്ല. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇപ്പോൾ യേശു വരുവാനുള്ള എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞിരിക്കുകയാണെന്ന് നിങ്ങൾ ബൈബിൾ പഠിക്കൂ പ്രിയരെ. അതുകൊണ്ടാണ് ഈ ഭ്രാന്തന്മാരെ പോലെ ഞങ്ങൾ തലങ്ങും വിലങ്ങുന്ന യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായിത്തൻ അലെ വചന പോൽ നീ ഒരുങ്ങിടുന്നുവോ. ഹല്ലേലൂയ. ഇത് സംഭവിക്കാൻ പോവുകയാണ്. യെരൂശലേമിൻ്റെ തെരുവീഥികളിൽ കൂടി നടന്നലഞ്ഞ യേശു രാജാതിരാജാവും കർത്താവുമായി വരുന്ന ലക്ഷണങ്ങൾ എനിക്ക് പറയണമെങ്കിൽ ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും കാര്യം വിവരിക്കേണ്ടി വരും. യേശു വരാറായി. മധ്യപൗരസ്ത്യ ദേശം അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. യേശു വരുന്നത് അവിടെയാണ്, യെരൂശലേമിലാണ്. അന്ന് അവൻ്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മല 2 പൊട്ടി തുടങ്ങി പ്രിയരെ. അവിടെ ഒരു പ്രത്യേക ഹോട്ടൽ പണിയാൻ ഒരു ഫ്രാൻസ് കമ്പനി പദ്ധതി ഇട്ടിട്ട് ആ പദ്ധതി നടന്നില്ല. ഒലിവ് മലയുടെ ആ ഭാഗങ്ങൾ ഏതാണ്ട് 7000 മൈൽ വരെ ഇങ്ങനെ കിടക്കുകയാണ്. അത് പരിശോധിച്ചപ്പോൾ അതിനൊരു വിള്ളലുണ്ട്. അതുകൊണ്ട് പദ്ധതി മാറ്റി ഇപ്പോൾ അതിന് പകരം 7 ആർക്ക് ഹോട്ടൽ അവിടെ പണിതിട്ടുണ്ട്. അവിടെ പോയാൽ കാണാം യേശുവിൻ്റെ കാലത്തെ ഒലിവുമല. യേശു ആ ഒലിവുമല ഇരുന്ന് കരഞ്ഞ സ്ഥലം. ഹല്ലേലൂയ. ആ യേശുവിനെ കാണണോ? നീ യേശുവിനെ ഒന്ന് സ്നേഹിച്ചാൽ മതി. നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് അവന് വേണ്ടി സാക്ഷിയാവുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. എത്ര പ്രസംഗിച്ചാലും പാടിയാലും മതി വരികയില്ല. അതുകൊണ്ട് ഇന്ന് പാപത്തിൻ്റെ ആ ശമ്പളത്തെ നിനക്ക് നിസ്സാരമായി കയ്യേൽക്കുവാൻ കേൾപ്പ് തരുന്ന യേശുവിനെ വേണോ? അതോ ഭയവിഹുലനായി മരിക്കണമോ? ഒരു ഭക്തൻ കൊച്ചു കുഞ്ഞുപദേശി എന്ന് പറയും. മരിക്കാൻ നേരത്ത് ആ രക്ഷിക്കപ്പെട്ട യേശുവിനെ നാഥനായി സ്വീകരിച്ച ആ മനുഷ്യൻ പറഞ്ഞു, ഇതാണോ മരണം? ഇത് മരണമല്ല, ഇത് വിശ്രമമത്രേ. നിങ്ങൾക്ക് മരണത്തിൽ നിന്ന് വിശ്രമത്തിലേക്ക് പ്രവേശിക്കണമോ പ്രിയരെ? അതിനെ പുഷ്പം പോലെ കഴുത്തിലടിയണമോ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? പൗലോസ് ചോദിച്ചതുപോലെ ചോദിക്കണം. രാമയ്യൻ ദളവ മരിക്കാൻ പോകുന്ന സമയത്ത് കൊട്ടാര ഉദ്യോഗസ്ഥന് ഒരു കുറിപ്പ് കൊടുത്തു. കൊച്ചി രാജ്യം കൂടി വെട്ടിപ്പിടിപ്പാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്നൊരു ദുഃഖമേ ഉള്ളൂ എന്ന്. ചിരിച്ചു പോയി ഞാനത് വായിച്ചു. മനുഷ്യ, നിന്റെ ആഗ്രഹം വെട്ടിപ്പിടിപ്പാനാണോ? പാപം ചെയ്യാനാണോ? ഒരു വല്യപ്പച്ചൻ മരിക്കുന്ന സമയത്ത് മക്കൾ ഓടിച്ച് എന്ത് വേണോ അപ്പച്ച ഈറ്റി കള്ള്. കുഴപ്പമില്ല, അന്നത്തെ കാലത്ത് കിഴക്കൻ മാപ്പിളമാരെല്ലാം ഇഷ്ടം പോലെ കള്ള് കുടിച്ച് പോയി. എന്നാൽ അങ്ങനെയാണോ മരണത്തെ കാണേണ്ടത്? ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല. അവൻ മരിച്ചാൽ 3-ാമത്തെ ദിവസം യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ കർത്താവിൻ്റെ കാഹളനാദത്തിങ്കൽ നീ ഉയർത്തെഴുന്നേറ്റ് വരും. ആർക്കറിയാം, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും എന്ന് ബൈബിൾ പറയുമ്പോൾ നീ നീതിമാന്മാരുടെ കൂട്ടത്തിലാകണമെങ്കിൽ
യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് നിന്റെ ദുർമാർഗങ്ങളെല്ലാം വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെട്ടാൽ ജീവിതത്തിലെല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് നേടുവാൻ കഴിയും. എത്രയും വേഗം കർത്താവായ യേശു വരും. നമുക്കെല്ലാം അന്ന് കണ്ടുമുട്ടുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമനിമിത്തം ഞങ്ങൾ ഈ വൈകാറായ സമയം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പള്ളിച്ചന്തയുടെ പ്രദേശത്തിൽ കടന്നു വന്ന് കർത്താവെ, സർവ്വ ലോക മാനവജാതിയുടെയും രക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ യാഗമായി തീർന്ന പാപത്തിന് പ്രായശ്ചിത്തമായി തീർന്ന 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വേഗം വരുവാൻ പോകുന്ന ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ എളിയവരും മുൻകീടങ്ങളുമായി ഞങ്ങൾക്കത് ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഒരിക്കൽ മരിച്ചവരായിരുന്നു, പാപത്തിൽ മരിച്ചവരായിരുന്നു. എന്നാൽ പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ജീവൻ തന്നെ എന്നെഴുതിയിരിക്കുന്ന പോലെ ആ നിത്യജീവനിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം കൃപയാലെ ഞങ്ങൾക്ക് ഇവിടെ ഇടയാക്കിയതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഈ വൈകാറായ സമയം അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ കേട്ട പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രദേശത്തോട് തിരുവേനി കരുണ കാണിക്കണമേ. സകല ദൈവവചനം കേട്ട സകല പ്രിയപ്പെട്ടവരെ ധാരാളമായിട്ട് അനുഗ്രഹിച്ച് അവരെല്ലാവരും രക്ഷിക്കപ്പെട്ട് നിത്യസ്വർഗത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് സമ്മേളിക്കുന്ന നാളിൽ ഞങ്ങളുടെ കർത്താവ് ഞാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂര ശബ്ദത്തോടും കൂടെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന ദിവസം ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ആ നാളതിൽ എളിയവരായി ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ഈ പള്ളിച്ചന്ദ്ര പ്രദേശത്ത് നിന്ന് സുവിശേഷം കേട്ട പല പ്രിയപ്പെട്ടവരും രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്ന് കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് കർത്താവിന് ഉയർത്തെഴുന്നേൽപ്പിൽ അവരായിത്തീർന്നിട്ട് ആ മധ്യാകാശത്തിൽ വെളിപ്പെടുന്ന മണവാൾ എതിരേൽപ്പാൻ കർത്താവെ, മേഘങ്ങൾ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഇവിടെയുള്ള ചിലരും കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് സുവിശേഷം കേട്ട പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അവർ വിശ്വസിപ്പാൻ അവർക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച കർത്താവിനെ അവർ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിതാവും കർത്താവായി അംഗീകരിച്ച് നിത്യമരണത്തിൽ മോചനം നേടി നിത്യസ്വർഗത്തിൽ നിത്യജീവൻ പ്രവേശിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിപ്പോൾ പിരിയാ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. കർത്താവിനെ വരവേണ്ടി നിങ്ങൾ ഒരുക്കുമാറാകണമേ. യേശു ക്രിസ്തുവിന്റെ അനിവേദ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന സുഖി നല്ല പിതാവേ, ആമേൻ. പോയ പുള്ളി